മനുഷ്യൻ എന്നത് സുന്ദരമായൊരു പദം മാത്രമല്ല, മനോഹരമായൊരു സംസ്കാരത്തിന്റെ സൂചകം കൂടിയാണ്. സമൂഹം, സംസ്കാരം, രാഷ്ട്രീയം, സാമ്പത്തികം. സാമൂഹ്യ ജീവി എന്ന മനുഷ്യന്റെ നിർവചനത്തിനൊപ്പം അവന്റെ മേഖലകളും വിശാലമാണ്. മനുഷ്യൻ എന്ന സാമൂഹ്യ ജീവിയുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുന്നതിന് പണം ഒരവശ്യ ഘടകം തന്നെയാണ്. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളെ സാധിപ്പിക്കാൻ പണം കൂടിയേ തീരൂ. ആ അർത്ഥത്തിൽ പണം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമായി കണക്കാക്കാവുന്നതാണ്. മനുഷ്യരിൽ ദുർബലരും ശക്തരുമുണ്ട്. അവരിൽ പണസമ്പാദനത്തിനുള്ള അവസരങ്ങളും മാർഗങ്ങളും വ്യത്യസ്തമാണ്. ജോലിയുള്ള കാലവും അതില്ലാത്ത കാലവുമുണ്ട്. അതിനാൽ തന്നെ സമൂഹത്തിലെ ദുർബലർക്ക് സഹജീവികളുടെ ഒരു കൈ സഹായം അത്യാവശ്യം തന്നെ. തളരുമ്പോൾ തണൽ നൽകാനും ആ തണലിൽ കുളിർമയുടെ ആശ്വാസം നൽകാനും ശ്രമിക്കുന്ന ഒരു കൂട്ടായ്മ നമുക്കിടയിൽ പ്രസക്തമാണ്. മല്ലന്റെയും മാധവന്റെയും കഥ ഉദാഹരിക്കാവുന്നതാണ്. പേരുപോലെ ശക്തനായ മല്ലനും ദുർബലനായ മാധവനും. ആരോഗ്യമുള്ള മല്ലന് എന്നും എവിടെയും ജോലിക്ക് പോകാനാകും. മാധവനോ വല്ലപ്പോഴും മാത്രം. അതുകൊണ്ട് തന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാധവൻ മല്ലനെ ആശ്രയിക്കാറുണ്ടായിരുന്നു. പണം നൽകി സഹായിക്കുന്ന ഈ ഏർപ്പാടിന് മാധവന് ചെറിയ നിബന്ധന ഉണ്ടായിരുന്നു. 100 രൂപ ചോദിച്ചാൽ 90 രൂപ നൽകും. 10 ദിവസം കൊണ്ട് 100 രൂപ കൊടുത്തു വിട്ടണം. ചെറിയൊരു ലാഭക്കച്ചവടം എന്നായിരുന്നു ഇതിന് മല്ലന്റെ ന്യായീകരണം. സാഹചര്യം എപ്പോഴും ഒരുപോലെയല്ല. മാധവൻ അസുഖബാധിതനായി. ജോലിക്ക് പോവാൻ പണ്ടേ പോലെ വയ്യ. മാധവന്റെ കടം പെരുകി വന്നു. കടത്തിനുമേലെ കടം മാത്രമല്ല, പലിശയ്ക്കുമേലെ പലിശയും. 100 രൂപയുടെ കടക്കാരൻ ആയിരങ്ങളുടെ കടക്കാരനാകാൻ ഏറെ താമസമുണ്ടായില്ല. നമ്മൾ അറിയേണ്ടതുണ്ട്, മല്ലന്മാരും മാധവന്മാരും എല്ലാ നാട്ടിലുമുണ്ട്. പലിശയും ബാങ്ക് പലിശ, വട്ടപ്പലിശ, അണ്ണാച്ചി പലിശ, മീറ്റർ പലിശ തുടങ്ങി പലിശകളും തരാതരം പരസ്പരം കൊണ്ടും കൊടുത്തും സഹായിക്കേണ്ട മനുഷ്യരെന്തേ ഇങ്ങനെ ദുർബലനെ കൂടുതൽ കൂടുതൽ ചൂഷണം ചെയ്യുന്ന ഈ ഏർപ്പാട് നീതിയാണോ? കഷ്ടപ്പെടുന്നവരുടെ കണ്ണീരിന് പലിശ കൊണ്ട് കുരുക്കൊരുക്കുന്നവർക്ക് ആദർശ പ്രചോദിതമായ ഒരു പ്രതിരോധം തീർക്കുന്നവരുടെ ചെറിയ ചരിത്രം നമ്മൾ അറിയേണ്ടതുണ്ട്. മലപ്പുറം ജില്ലയിൽ പൊന്നാനി താലൂക്കിലെ മാറഞ്ചേരി പഞ്ചായത്തിലെ മുക്കാല, MG റോഡ്, അല്ലിപ്പറമ്പ്, കോടഞ്ചേരി എന്നീ സ്ഥലങ്ങളിലായി ഏതാണ്ട് 3 വാർഡുകളാണ് ഈ ചരിത്രത്തിൽ കണ്ണികളാകുന്നത്. പലിശരഹിത സാമ്പത്തിക സംവിധാനങ്ങൾ കേരളത്തിൽ പുതുമയുള്ളതല്ല. 500ഓളം പലിശരഹിത വായ്പാ സംവിധാനങ്ങൾ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. എന്നാൽ പലിശരഹിത വായ്പാ സമ്പ്രദായം മാത്രമായി ഒതുങ്ങേണ്ടിയിരുന്ന ഒരു സംരംഭത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായുള്ള പ്രായോഗിക പരിപാടിയായി മാറ്റിത്തീർത്താണ് മാറഞ്ചേരി മുക്കാലയിലെ തണൽ വെൽഫെയർ സൊസൈറ്റി മാതൃകയാകുന്നത്. സ്ത്രീ ശാക്തീകരണം, സ്വയം തൊഴിൽ സംരംഭങ്ങൾ, ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ, പഠന സഹായങ്ങൾ, വായ്പാ വിതരണം, കുടുംബ ശാക്തീകരണം എന്നീ മേഖലകളിൽ തണൽ വെൽഫെയർ സൊസൈറ്റി പുതിയ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നു. മാറഞ്ചേരിയിലെ ഒരു കൂട്ടം സുമനസ്സുകളുടെ നിതാന്ത പരിശ്രമത്തിന്റെയും ഉയർന്ന സാമൂഹിക ചിന്തയുടെയും പ്രതിഫലനമാണ് തണൽ വെൽഫെയർ സൊസൈറ്റി. 2009 ജനുവരി മാസം 23-ാം തീയതി തണൽ വെൽഫെയർ സൊസൈറ്റി ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ 1.5 ലക്ഷത്തോളം രൂപയും 100ഓളം പേർ ഉൾക്കൊള്ളുന്ന 5 അയൽക്കൂട്ടങ്ങളും ചുരുങ്ങിയ പ്രവർത്തകരും മാത്രമായിരുന്നു തണലിന്റെ മൂലധനം. അന്നു മുതൽ സ്ത്രീ ശാക്തീകരണത്തിനും അതുവഴി കുടുംബ ശാക്തീകരണത്തിനും ഒരു പുതിയ മുഖം നൽകാൻ തണൽ ശ്രമം തുടങ്ങി. 10 മുതൽ 30 വരെ സ്ത്രീകൾ ഉൾക്കൊള്ളുന്ന അയൽക്കൂട്ടങ്ങളിലൂടെ സ്ത്രീകളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനും കുടുംബങ്ങളുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും തണൽ പുതിയ ചുവടുകൾ വെച്ചു. ആഴ്ചതോറും കഴിയാവുന്ന സംഖ്യ അയൽക്കൂട്ടം അംഗങ്ങൾ തണലിൽ നിക്ഷേപിക്കുകയും അത് ആവശ്യം വരുമ്പോൾ തിരികെ ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഡെപ്പോസിറ്റ് സ്കീം, അയൽക്കൂട്ടം അംഗങ്ങളിൽ ആവശ്യക്കാർക്ക് നൽകുന്ന പലിശരഹിത വായ്പ എന്നിവ തണലിന്റെ ആദ്യ സംരംഭങ്ങളായിരുന്നു. പ്രയാസങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സ്ത്രീകളെയാണ്. അപ്പോൾ കുടുംബത്തിന്റെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് അത്യാവശ്യമുള്ള പണം കണ്ടെത്താനാകാതെ വരുമ്പോൾ ഒരു കുടുംബത്തിലെ ഏറ്റവും അധികം മനപ്രയാസം അനുഭവിക്കുന്ന ആള് അവിടുത്തെ കുടുംബനാഥ ആയിരിക്കും. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ഇവരുടെ പ്രയാസങ്ങൾ, സ്ത്രീകളുടെ പ്രയാസങ്ങൾ പരമാവധി ലഘൂകരിച്ച്, അവരുടെ സാമ്പത്തിക പ്രയാസങ്ങൾ പരമാവധി ലഘൂകരിച്ച് അവർക്ക് ഒരു അത്താണിയായി തീരുക എന്നുള്ളതാണ് തണലിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് ഞങ്ങൾ കരുതുന്നത്. ഇപ്പോൾ ഞങ്ങളിവിടെ ചെറിയ ചെറിയ അയൽക്കൂട്ടങ്ങൾ രൂപീകരിച്ചുകൊണ്ട് അതിലൂടെ അവരുടെ സമ്പാദ്യശീലം വളർത്തിയെടുക്കുകയും അതോടൊപ്പം കുടുംബത്തിലെ അത്യാവശ്യമായ കാര്യങ്ങൾക്ക് പലിശരഹിത ലോൺ കൊടുത്തുകൊണ്ട് അവരെ സഹായിക്കുകയും ചെയ്യുകയാണ്
ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം തണലിൻ്റെ കീഴിൽ. അപ്പോൾ 10 മുതൽ 30 വരെയുള്ള അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ചെറിയ ചെറിയ അയൽക്കൂട്ടങ്ങളാണ് തണൽ വെൽഫെയർ സൊസൈറ്റിയുടെ കീഴിൽ രൂപീകൃതമായിട്ടുള്ളത്. ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിലായിട്ട് 21 അയൽക്കൂട്ടങ്ങൾ ഇതിനകം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിലൂടെ സ്ത്രീകൾക്ക് സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ ചെറിയ ചെറിയ നിക്ഷേപങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അവരുടെ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുന്നതിന് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്ത്രീകളെ ഇടക്കിടക്ക് ഞങ്ങൾ അവരുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട്, സാമൂഹ്യ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട്, കുടുംബ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് കുറേ ചെറിയ ചെറിയ ക്ലാസ്സുകളൊക്കെ ഞങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. അതിലൊക്കെ പരമാവധി സ്ത്രീകളുടെ പങ്കാളിത്തം ഞങ്ങൾക്കുണ്ട്. അതോടൊപ്പം തന്നെ തണൽ അയൽക്കൂട്ടങ്ങളിൽ ധാരാളം നേതൃത്വത്തിലിരിക്കുന്ന കുറേ അതിൻ്റെ ഭാരവാഹികളുണ്ട്. ഈ ഭാരവാഹികളൊക്കെ വളരെ ആത്മാർത്ഥതയോടുകൂടി തങ്ങളുടെ അയൽക്കാരെ സഹായിക്കുന്നതിനും അവരുടെ സമ്പാദ്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ആഴ്ചയിൽ അടക്കുന്നതിനും ഒക്കെ മുൻകൈ എടുത്തുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വനിതകൾക്ക് വേണ്ടി ആയതുകൊണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ നമ്മളുടെ കുടുംബത്തെ സംരക്ഷിക്കാനും കുടുംബത്തെ മറ്റുള്ള അംഗങ്ങളെ സഹായിക്കാനും സാധിക്കുന്നു. പിന്നെ അത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ തന്നെ കൂടുതൽ വനിതകൾ മറ്റുള്ള അംഗങ്ങളായിട്ട് പ്രവർത്തനം നടത്തിക്കൊണ്ട് പോരുമ്പോൾ അയൽക്കൂട്ടങ്ങളായിട്ട് നടത്തിക്കൊണ്ട് പോരുന്നത് കൊണ്ട് മറ്റ് അയൽ രാജ്യങ്ങളിലെ നമ്മുടെ അയൽക്കൂട്ടത്തിലത്തെ എല്ലാ സ്ത്രീകളുടെ കുടുംബത്തിലെ എല്ലാ കടബാധ്യതകളും മറ്റുള്ളതും എല്ലാതും ഇതിന് നമ്മൾ നികത്തിക്കൊണ്ട് പോരുന്നു. നമ്മൾ തമ്മിൽ സമ്പർക്കം കൂടുന്തോറും ഇന്നെ നമ്മൾ ഓരോ കുടുംബത്തിലും നമ്മളെക്കാളും ബുദ്ധിമുട്ടുകളും നമ്മളെക്കാളും കഷ്ടതകൾ അനുഭവിക്കുന്ന പലരും ഇതിലുണ്ടെന്നുള്ളത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നു. ഒരു വർഷം കൊണ്ട് 16 ലക്ഷം രൂപയാണ് തണൽ പലിശരഹിത വായ്പയായി നൽകിയത്. അയൽക്കൂട്ടങ്ങളിലെ സ്ത്രീകളുടെ സമ്പാദ്യമായി 7 ലക്ഷത്തോളം രൂപ സമാഹരിക്കാനായി. സമ്പാദ്യത്തിന്റെയും സഹായത്തിന്റെയും സഹകരണത്തിന്റെയും ഒരു പുതിയ മാതൃകയായിരുന്നു അത്. വ്യക്തിപരവും കുടുംബപരവുമായ അത്യാവശ്യങ്ങൾക്ക് പണം കടം ലഭിക്കുന്നതിന് മടിശീല ബ്ലേഡ് മുതലാളിമാരെയും അണ്ണാച്ചി പലിശക്കാരെയും കാത്തിരുന്ന കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് സഹായത്തിന്റെയും സാന്ത്വനത്തിന്റെയും തണലാകാൻ കഴിഞ്ഞത് നിസ്സാരമല്ല. പരമ്പരാഗത സ്വയം സഹായ സംഘങ്ങൾ വ്യക്തിഗത ആവശ്യങ്ങൾക്ക് വായ്പ നൽകാറില്ല എന്നതുകൂടി നാം ഇതോടൊപ്പം ഓർക്കേണ്ടതാണ്. ഈ പലിശ എന്ന കൊടും ചൂഷണത്തിനെതിരെ അതിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ടവരെ അതിൽ നിന്ന് കരകയറ്റുക എന്ന ഉദ്ദേശവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് ഞങ്ങൾ ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പലിശരഹിത സംവിധാനം മാറഞ്ചേരി മുക്കാല കേന്ദ്രീകരിച്ച് തുടങ്ങണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. അതിനുവേണ്ടി ഒരു സൊസൈറ്റി, തണൽ വെൽഫെയർ സൊസൈറ്റി എന്ന പേരിൽ ഒരു സൊസൈറ്റി രൂപീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. അപ്പോഴാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കോളനികളിലും മറ്റുമൊക്കെ നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള 5 കോളനികളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സഞ്ചരിച്ചപ്പോൾ അതിലെ സ്ത്രീകൾ ഈ ചെറിയ ചെറിയ സംഖ്യകൾ അണ്ണാച്ചിമാർ മുതൽ വട്ടപ്പലിശക്കാർ വരെ കൊടുത്തുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് ഭീമമായ സംഖ്യ പലിശ വാങ്ങിക്കൊണ്ട് അവരെ ചൂഷണം ചെയ്യുന്ന അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് സ്ത്രീകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അയൽക്കൂട്ട സ്വയം സഹായ സംഘത്തിൻ്റെ മോഡലിൽ പലിശരഹിത സംവിധാനം തുടങ്ങണം എന്നായി പിന്നീട് ഞങ്ങളുടെ ചിന്ത. അതിനടിസ്ഥാനത്തിൽ ഈ തണൽ വെൽഫെയർ സൊസൈറ്റി രൂപീകൃതമാവുന്നതിന് മുമ്പ് തന്നെ അയൽക്കൂട്ടങ്ങളിലൂടെ അതിന് ഒരു സംവിധാനം ഉണ്ടാക്കുകയും ആ അർത്ഥത്തിൽ ഒരു 5 അയൽക്കൂട്ടങ്ങൾ ഉണ്ടാക്കി ആയിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. പിന്നീട്